നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ട് കനത്ത പ്രതിഷേധമാണ് സഭയിൽ ഉയർന്നത്. പ്രതികൾക്ക് കൂട്ടജാമ്യം ലഭിച്ചത് ചൂണ്ടിക്കാട്ടിയും തന്ത്രിയുടെ വാദം ഏറ്റുപിടിച്ചുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കാത്തതിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് വാദിച്ചാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്. അതേസമയം പ്രതിപക്ഷ വിമർശനം ഹൈക്കോടതിക്ക് എതിരെയാണെന്നാണ് മന്ത്രി രാജീവ് പറയുന്നത് കേട്ടത്. SIT തന്ത്രിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് വ്യക്തമായതുകൊണ്ടാണല്ലോ കോടതി ജാമ്യം നൽകിയത്. തന്ത്രിക്ക് ജാമ്യം നൽകിക്കൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടല്ലേ പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതെങ്ങനെ ഹൈക്കോടതിക്കെതിരെയുള്ള വിമർശനമാകും? പ്രതിപക്ഷ വിമർശനം SITക്ക് പിന്നിലുള്ള സർക്കാരിനും CPM-നും എതിരെയല്ലേ? പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം PC വിഷ്ണുനാഥ് MLA ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ സർക്കാർ ഇടപെട്ടിട്ടില്ല. തന്ത്രി വാദിയെന്നോ പ്രതിയെന്നോ സർക്കാരിനെ ബാധിക്കുന്നതേയല്ല. ഇതാണ് CPM പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്നിപ്പോൾ നിയമസഭയിൽ നിയമമന്ത്രി P. രാജീവ് പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ്. പ്രതിപക്ഷം എങ്ങനെ നോക്കിക്കാണുന്നതിന്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ സ്വമേധയാ ഹൈക്കോടതി എടുത്ത ഒരു കേസാണ്. അവിടെ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള സ്പെഷ്യൽ ഓഫീസറുണ്ട്. അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുക്കുകയായിരുന്നു, അറിയാമല്ലോ. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. കോടതിയുടെ അനുവാദമില്ലാതെ, അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ, സമ്മതമില്ലാതെയാണ് ഈ സ്വർണ്ണം അവിടെ നിന്ന് കടത്താൻ ഇവർ ശ്രമിച്ചത്. അപ്പോൾ കോടതി SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത SIT ആദ്യ ഘട്ടത്തിൽ വളരെ നല്ല നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ ഇടയ്ക്ക് പറഞ്ഞു, ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് SITയിലുള്ളത്. ഇടയ്ക്ക് എപ്പോഴോ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരിലേക്ക്, മുൻ മന്ത്രിമാരിലേക്കൊക്കെ ഈ അന്വേഷണം ചെന്നെത്തുന്നു എന്നൊരു ഘട്ടം എത്തിയപ്പോൾ മുതൽ SITയുടെ രൂപവും ഭാവവും ഒക്കെ മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു മുൻ മന്ത്രിയായ ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു. അതിലൊരു ദുരൂഹത, മറ്റെല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചത് ചോദ്യം ചെയ്യുന്നതിന് മുമ്പും ആളുകൾ അറിഞ്ഞു, ചോദ്യം ചെയ്യുന്നതും ആളുകൾ അറിഞ്ഞു, ചോദ്യം ചെയ്തതിന് ശേഷവും ആളുകൾ അറിഞ്ഞു. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തത് വളരെ രഹസ്യമായിട്ടാണ്. എന്തിനായിരുന്നു? ഈ മറ്റ് ആരോപണ വിധേയർക്കൊന്നുമില്ലാത്ത ഒരു രഹസ്യ സ്വഭാവം ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യലിന് വന്നത്. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തി. അദ്ദേഹത്തിലേക്ക് എത്തുന്ന മൊഴികൾ മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ നൽകി. ആ ഘട്ടത്തിലാണ് തന്ത്രിയെ SIT അറസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഘട്ടത്തിലൊന്നും ഒരു അഭിപ്രായം പറഞ്ഞില്ല. കാരണം തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം നിയമത്തിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറിന് വിധേയമാകട്ടെ. ആ പൊസിഷനാണ് UDFും കോൺഗ്രസും എടുത്തത്. പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത കോടതി എന്താണ് പറഞ്ഞത്? ഒരു തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് ഇദ്ദേഹത്തിനെ 10-40 ദിവസം ജയിലിനകത്ത്, ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ആരാധന ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമലയിലെ തന്ത്രിയെ തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് 40 ദിവസം ജയിലിലിട്ടത് എന്ന് ജാമ്യം കൊടുത്ത കോടതി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയണ്ടേ? അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കുന്നുണ്ട്, മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്ത്രിയെ കുടുക്കിയതാണ് എന്നുള്ളത്. ഇവിടെ ഇത്രയും നാളായി അന്വേഷണം തുടങ്ങിയിട്ട് ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം കണ്ടെത്താൻ ഈ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഏറ്റവും നിർണായകമാകുന്നതാണത്. ആ കാര്യം കണ്ടെത്തിയിട്ടില്ല. 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാത്തത് കാരണമാണ് വാസുവിനും പത്മകുമാറിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമെല്ലാം സ്വാഭാവിക ജാമ്യം കിട്ടിയത്. അപ്പോൾ അന്വേഷണങ്ങളും അവിടെ നിൽക്കുന്നു. ഇവിടെ ദേവസ്വം ബോർഡാണ് ഈ കാര്യത്തിലെല്ലാം തീരുമാനമെടുത്തത്. 19 സ്വർണം കടത്താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനും, 24 സ്വർണം കടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനും ഒക്കെ തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിനെ 24 തീരുമാനത്തിന് കാരണക്കാരായ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ ആരും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. അപ്പോൾ ഈ കാര്യത്തിൽ 24 കാര്യത്തിൽ ദേവസ്വം മന്ത്രിയുടെ കൂടെ പിന്തുണ ഈ ദേവസ്വത്തിലെ കൊള്ളസംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ദേവസ്വം ഭാരവാഹികൾ ഇതിൽ പങ്കുണ്ട്. SITയെ CMൻ്റെ ഓഫീസ് നിയന്ത്രിക്കുന്നു.
ആ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടക്കം മുതലേ സമരം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളുടെ ആരോപണം ബലപ്പെടുത്തുന്ന തെളിവുകൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് സമരം ശക്തമാക്കും. അതാണ് ഇന്നുണ്ടായത്. തീർച്ചയായും ഈ SIT മുന്നോട്ട് വെച്ച ആരോപണങ്ങളുണ്ടല്ലോ, അതൊന്നും വ്യക്തമായി അതിനൊന്നും ഒരു തെളിവ് കൊല്ലം വിജിലൻസ് കോടതിയുടെ മുന്നിൽ വന്നില്ല. അങ്ങനെയാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിക്കുന്നതൊക്കെ. 2019 ശബരിമല യുവതീ പ്രവേശന വിഷയം, ആ വേളയിൽ തന്ത്രി കൈക്കൊണ്ട ചില തീരുമാനങ്ങളുണ്ട്. അത് സർക്കാരിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു വൈരാഗ്യം, അതുകൊണ്ട് തന്നെയാണല്ലോ ഈ അറസ്റ്റ്. അത് തന്ത്രിയും പറഞ്ഞു കഴിഞ്ഞതാണ്. തന്ത്രിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇക്കാര്യം തന്നെയാണ് കോടതിയിൽ പ്രധാനമായും വാദിച്ചത്. ശബരിമല യുവതീ പ്രവേശനത്തെയും അതുപോലെ തന്നെ ക്ഷേത്രനട എല്ലാ ദിവസവും തുറക്കാനുള്ള തീരുമാനത്തെയും ഈ തന്ത്രി കണ്ഠരര് രാജീവരെ എതിർത്തിരുന്നു. അതിനോടുള്ള ഒരു പക അതുതന്നെയാണ് കോടതിയിൽ പ്രധാനമായും തന്ത്രിയുടെ അഭിഭാഷകൻ ഉന്നയിച്ചത്. ഈ അമൃത ടിവിയുടെ ആർക്കൈവ്സ് പരിശോധിച്ചാൽ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ടയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ആ പ്രസംഗം ഒന്ന് കേരളത്തിലെ ജനങ്ങളെ കേൾപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആ പത്തനംതിട്ടയിൽ അദ്ദേഹം അന്ന് നടത്തിയ ആ പ്രസംഗത്തിൽ തന്ത്രി കുടുംബത്തെ, ഈ തന്ത്രിയെ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പിതാവിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശന്മാർ, അവരുടെ കുടുംബത്തെ അടക്കം, തന്ത്രി കുടുംബത്തെ ഒന്നടക്കം അധിക്ഷേപിച്ചുകൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിനൊരു നവോത്ഥാന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, പിണറായി വിജയൻ്റെ നവോത്ഥാനം. കേരളത്തിൻ്റെ നവോത്ഥാനം 19-ാം നൂറ്റാണ്ടാണെങ്കിൽ പിണറായി വിജയൻ്റെ നവോത്ഥാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായിട്ടുള്ള സുപ്രീം കോടതി വിധി പുറത്തു വന്ന ആ കാലഘട്ടത്തെയാണ് നമ്മൾ പിണറായി വിജയൻ്റെ നവോത്ഥാന കാലഘട്ടം എന്ന് കേരള ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെ നവോത്ഥാന നായകനാക്കി ഉയർത്തിക്കാട്ടാൻ വേണ്ടി 50 കോടി രൂപ ചെലവിൽ സർക്കാർ വനിതാ മതിലൊക്കെ പണിഞ്ഞ ആ കാലം ഇപ്പോൾ CPM ആ കാലം ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായിട്ടുള്ള തീരുമാനമെടുത്തപ്പോൾ അതിശക്തമായ നിലപാട് വിശ്വാസ സമൂഹത്തോടൊപ്പം നിന്ന് എടുത്ത തന്ത്രിയോട് ഗവൺമെൻറ്റിന് തീർത്താൽ തീരാത്ത പകയുണ്ട്. ആ പക എന്നുള്ള കാര്യം ഈ ഭരിച്ച അക്കാലത്തും ഇക്കാലത്തും ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ അക്കാലത്തെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്പർ 1. നമ്പർ 2, താങ്കൾ സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം, അതിനകത്ത് ഗവൺമെൻറ് 2 പേരോടാണ് സർക്കാരിന് ശത്രുത ഉണ്ടായിരുന്നത്. അതിലൊരാളോട് അന്നേ സർക്കാരിൻ്റെ ശത്രുത പ്രകടിപ്പിച്ചു. അത് മറ്റാരും അല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പം നമ്മളോടൊപ്പം ഇല്ലാത്ത അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ. ഈ പമ്പയിൽ നടന്ന ഒരു ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ ഈ പറഞ്ഞ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി വയ്ക്കുന്നു. ശബരിമല എല്ലാ ദിവസവും, വർഷത്തിൽ 365 ദിവസവും ശബരിമല ക്ഷേത്രം തുറക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ വെച്ച് തന്നെ അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, ഇതൊരു ആരാധനാലയമാണ്, ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, ഇത് പ്രവർത്തിക്കുന്നത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ആ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും എല്ലാം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത്, അന്തിമമായി തീരുമാനിക്കേണ്ടത് തന്ത്രിയാണ്, അല്ലാതെ മന്ത്രിയല്ല. ആ വിരോധം തീർത്തുകൊണ്ട് തിരുവനന്തപുരത്ത് വന്ന മുഖ്യമന്ത്രി പ്രയാർ ഗോപാലകൃഷ്ണനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ നിയമം കൊണ്ടുവന്ന് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി വെട്ടിക്കുറച്ച് പ്രയാർ ഗോപാലകൃഷ്ണനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അന്ന് മുഖ്യമന്ത്രിയുടെ ഈ 365 ദിവസം നട തുറക്കണം എന്ന തീരുമാനത്തിനെതിരെ നിന്ന മറ്റൊരു ആളാണ് ബഹുമാനപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവരർ. അപ്പോൾ ഈ കാര്യങ്ങളിലുള്ള ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹത്തോടുണ്ടായിരുന്ന മറ്റേ വ്യക്തിത്വം നമ്മളോടൊപ്പം ഇന്നില്ല. അദ്ദേഹത്തോടുള്ള പ്രതികാരം ആ സമയത്ത് തന്നെ വീട്ടിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ ദേഷ്യവും ആ പകയും ഗവൺമെൻറ്റിനും ഭരണകൂടത്തിനും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അത് സാമാന്യ ബുദ്ധിയാ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയവുമാണ്.
അപ്പോൾ ഈ ആരോപണം ഉയരുന്നത് പോലെ ഈ അറസ്റ്റിന് പിന്നിൽ വലിയ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, അങ്ങനെ തന്നെ വേണ്ട കരുതാൻ? തീർച്ചയായും. കാരണം എപ്പോഴാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന്? CPM-ൻ്റെ ഉന്നതരായ നേതാക്കന്മാർ, അതിലൊരാൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെയുള്ള CPM MLA ആയിരുന്നു, അവരുടെ ഉന്നതനായ നേതാവാണ്. രണ്ടാമത്തെ ആളും CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ശ്രീ വാസുവും പത്മകുമാറും. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ ഇതിനെല്ലാം കൂട്ടുനിന്ന ഉദ്യോഗസ്ഥ പ്രമുഖർ. അപ്പോൾ അവരിലേക്ക് ഒക്കെ അന്വേഷണം വന്നു, അവരെല്ലാം ജയിലഴികൾക്കുള്ളിലായി. മറ്റ് ചില പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരിലേക്ക് എത്തുന്ന തെളിവുകൾ, മൊഴി ഒക്കെ SITക്ക് കിട്ടി. അപ്പോൾ ഈ നിലയിൽ ഒരു അന്വേഷണം പോകുന്നത് രാഷ്ട്രീയപരമായി CPM-ന് വലിയ തിരിച്ചടിയാകും എന്ന് കണ്ടിട്ട് ഒരു പക്ഷേ ഈ അന്വേഷണവുമായും അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി മനഃപൂർവ്വം തന്ത്രിയെ അറസ്റ്റ് ചെയ്തതായിരിക്കും എന്ന് കരുതുന്നവരുമുണ്ട് മലയാളികളിൽ. SITക്ക് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായത്. പക്ഷേ അതങ്ങ് സമ്മതിച്ചു തരാൻ തയ്യാറായിട്ടേയില്ല CPM. ഇനിയിപ്പോൾ SIT ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് എന്നാണ് കേട്ടത്. തന്ത്രിയുടെ ജാമ്യം അത് റദ്ദാക്കണമെന്നാണ് ആവശ്യം. അല്ല, ഗവൺമെൻറ് ഇപ്പോൾ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി. അതിനെതിരെ പൊതുഖജനാവിൽ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം എടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ കൊല്ലം കോടതിയുടെ ഉത്തരവിനെതിരായിട്ട് ഹൈക്കോടതിയെ സമീപിക്കും തന്ത്രിയുടെ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് ദുർവിനിയോഗിച്ച് ഇവരുടെ രാഷ്ട്രീയ നേട്ടത്തിനും ഇവരുടെ ഗൂഢപദ്ധതികൾക്കും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെൻറ്റിന് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്ന ഒരു തീരുമാനമായിട്ട് അവരുടെ ഈ തീരുമാനം മാറും എന്നുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായല്ലോ, വൻ സാമ്പത്തിക ക്രമക്കേടാണ് ആ നടത്തിയുമായി ഉണ്ടായത് എന്ന് വ്യക്തമാവുകയാണ്. ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചെലവ് കണക്കുകളിലെ പിഴവുകൾ മുൻ ദേവസ്വം ബോർഡിൻ്റേതാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റ് K. ജയകുമാർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് ഈ നന്ദഗോവിന്ദ ഭജൻസൊക്കെ ഉണ്ടല്ലോ, അവരുടെ പേരൊക്കെ ഉൾപ്പെട്ടത് അത് ദേവസ്വം ബോർഡിൻ്റെ പിഴവാണ് എന്ന് സമ്മതിച്ചു തന്നിരിക്കുകയാണ്. ഒപ്പം കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, അതിൽ മുഴുവൻ പിശകാണ്. സത്യവാങ്മൂലം കോടതിയെ അറിയിക്കുമെന്നും വീഴ്ച സമ്മതിച്ച് തന്നെയാണ് ജയകുമാർ പറഞ്ഞത്. ഇവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നോക്കൂ, എത്ര വലിയ അഴിമതിയാണ്. വീരപ്പൻ പോലും വിഗ്രഹമൊന്നും മോഷ്ടിച്ചിട്ടില്ല, ആനക്കൊമ്പൊക്കെ മോഷ്ടിച്ചിട്ടേ ഉള്ളൂ. കാട്ടുകള്ളൻ വീരപ്പൻ പോലും ചെയ്യാത്ത കൊള്ളയാണ് ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഇവർ നടത്തിയത്. കട്ടള, കതക്, ദ്വാരപാലക വിഗ്രഹം, അങ്ങനെ ഒരു തട്ടിപ്പ്. അതിനുശേഷം അവിടെ നടക്കുന്ന ഒരു പരിപാടിയുടെ പേരിൽ അയ്യപ്പ സംഗമം നടക്കുന്നത് എവിടെയാ? പമ്പയിൽ. മുറിയെടുത്തത് എവിടെയാ? മൂന്നാറിലും കുമരകത്തും. മൂന്നാറിലും കുമരകത്തും മുറിയെടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ പത്തനംതിട്ടയിൽ മുറിയെടുത്താൽ നമുക്ക് മനസ്സിലാകും എന്താ, പമ്പയിൽ ഇത്രയധികം ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല. അവിടെ പമ്പയിൽ ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, സന്നിധാനത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതൊക്കെയുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ ആളുകൾ 5 സ്റ്റാർ സൗകര്യം അന്വേഷിച്ച് വരുന്നവരല്ലല്ലോ, അല്ലേ? കല്ലും മുള്ളും കാലിക്ക് മെത്തൈ എന്ന് പറഞ്ഞ് എല്ലാ സഹനത്തിനും തയ്യാറായി വരുന്നവരാണ് ഈ കാനനത്തിൻ്റെ മധ്യത്തിലുള്ള ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നവർ. അവരാരായാലും, എത്ര സമ്പന്നനായാലും, എത്ര വലിയ പദവിയിലിരിക്കുന്നവരാണെങ്കിലും ശബരിമലയിൽ വരുമ്പോൾ അവർക്കെല്ലാവർക്കും അറിയാം ഇതാണ് ശബരിമല, ഇവിടെ എങ്ങനെയാണ് വരാൻ കഴിയുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ താമസിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇനി അവർക്ക് വേണ്ടി പത്തനംതിട്ടയിൽ മുറിയെടുത്താൽ മനസ്സിലാക്കാം. ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് പമ്പയിലെത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മൂന്നാറിൽ എന്തിനാണ് മുറി? കുമരകത്തെ 5 സ്റ്റാർ റിസോർട്ടുകളിൽ എന്തിനാണ് മുറി? 7 കോടി രൂപ ചെലവിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗവൺമെൻറ് ആദ്യം പറഞ്ഞത് എന്താ? സർക്കാരിന് 1 രൂപ ചിലവില്ല, ദേവസ്വം ബോർഡിന് 1 രൂപ ചിലവില്ല, എല്ലാ സ്പോൺസർമാരെന്നാണ് പറഞ്ഞത്. ഇപ്പോഴോ ആ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മലയാളി എന്ന നിലയിൽ നമ്മളെല്ലാവരും അപമാനഭാരത്താൽ തലകുനിക്കുകയല്ലേ. അവിടെ ഒരു കട്ടിലിന് 1,10,000 രൂപ. നന്ദഗോവിന്ദം ഭജൻസ്, അവരിന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ചുള്ള ഒരു ഗായക സംഘമാണ്. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഗായക സംഘമാണ് നന്ദഗോവിന്ദം ഭജൻസ്. ഞാനും കഴിഞ്ഞ ആഴ്ച അവരുടെ പാട്ട് കേൾക്കാൻ പോയിരുന്നു. അവരുടെ ഭജൻ
പമ്പയിൽ വെച്ചു എന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപയാണ് പിന്നെ അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. അവർ പമ്പയിലും സന്നിധാനത്തും ശബരിമലയിലും വന്നിട്ടേ ഇല്ല. അപ്പോൾ അവർ വരാത്ത, അവർ പരിപാടി അവതരിപ്പിക്കാത്ത ഒരു പരിപാടിയുടെ പേരിൽ 8 ലക്ഷം രൂപയാണ് ഓഡിറ്റ് പിന്നെ കൊടുത്തു എന്ന് വ്യാജമായി ഇവർ എഴുതി വച്ചിരിക്കുന്നത് കണ്ടെത്തിയത്. ഇവിടെ ആൾക്കാർ, ചില കുട്ടികളൊക്കെ കളിയാക്കി പറയുന്ന പോലെ നന്ദ ഗോവിന്ദം ഭജൻ ആയിരുന്നില്ല, ഗോവിന്ദൻ ഭജന ആണ് അവിടെ നടന്നത്. അങ്ങനെയാണ് ട്രോളുകളൊക്കെ വന്നത്. അപ്പോൾ ഗോവിന്ദൻ ഭജന നടന്നു, ഗോവിന്ദം ഭജൻസ് നടന്നിട്ടില്ല. അവിടെ സദ്യ പരിപാടി കഴിഞ്ഞ ദിവസം രാത്രിയിൽ 6000 പേരോ 5000 പേരോ സദ്യ കഴിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ പഴയടം നമ്പൂതിരിയുടെ സദ്യ അദ്ദേഹത്തിൻ്റെ ഈ ജീവിത ചരിത്രം, ഇത്രയും കാലത്തെ ഈ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം അദ്ദേഹം ഉണ്ടാക്കിയ ഭക്ഷണം അധികം വന്ന് കുഴി വെട്ടി അത് വെട്ടി മൂടേണ്ട സ്ഥിതി ഉണ്ടായത്. പഴയടം നമ്പൂതിരിയുടെ സദ്യ ഇത്രയും പാഴായിപ്പോയത് ആളുകളില്ലാതെ. 400-500 പേരാണ് ആകെ പങ്കെടുത്തത്. പക്ഷേ 6000 പേർക്ക് രാത്രിയിൽ ഉച്ചയ്ക്ക് പിന്നെയും മനസ്സിലാക്കാം. ഉച്ചക്കലത്തെ പരിപാടി 1000-400 പേരുണ്ടായിരുന്നു. നമ്മളെല്ലാം TV കണ്ടാണ്. ഒരു 1000-400 പേരെ നമുക്ക് അവിടെ കാണാൻ പറ്റി. ആ ചെയറുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. എല്ലാ ചെയറും ഭൂരിപക്ഷം ഒരു 90% ചെയർ ഒഴിഞ്ഞു കിടക്കായിരുന്നു. പക്ഷെ രാത്രിയിൽ എവിടെ നിന്നാണ് ഈ 6000 പേര് ഭക്ഷണം കഴിക്കാൻ വന്നത്? അപ്പോൾ രാത്രിയിൽ 6000 പേര് ഭക്ഷണം കഴിക്കാൻ വന്നു എന്നുള്ളതും കള്ളക്കണക്കായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പേരിൽ, മറ്റ് സൗകര്യങ്ങളുടെ പേരിൽ ഒക്കെ വലിയ തുകയാണ് ഇവർ ആ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ കൊള്ളയടിച്ചത്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ പുറത്തു വരികയാണ്. അതെ, ഈ ഊരാളുങ്കൽ സൊസൈറ്റിയാണല്ലോ എല്ലാം അവരെയാണ് ഏൽപ്പിച്ചിരുന്നത്. 7 കോടിയോളം രൂപ വകയിരുത്തിയെന്നാണ് കേട്ടത്. അല്ല, ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ വിളിക്കാതെ, കൊട്ടേഷൻ ക്ഷണിക്കാതെ നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ്. എല്ലാത്തിനും അതെ ഊരാളുങ്കലാണ്. അതെ, ഊരാളുങ്കൽ എന്ന് പറഞ്ഞ ഒറ്റമൂലിയാണ്. ഊരാളുങ്കൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ CPM നിയന്ത്രണത്തിലുള്ള, അല്ലെങ്കിൽ CPMകാരാൽ ഭരിക്കപ്പെടുന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ്. അപ്പോൾ അവർക്ക് എന്താണ് ഇതിനകത്തുള്ള എക്സ്പെർട്ടൈസ്? അവർ കൺസ്ട്രക്ഷൻ, ഓക്കെ, ഊരാളുങ്കൽ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർക്ക് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്താനുള്ള എക്സ്പീരിയൻസ് എന്താണ്? ഇത്തരം ഇവൻറ്റുകൾ സംഘടിപ്പിച്ച അനുഭവം പരിചയമുണ്ടോ? ഇല്ല. അപ്പോൾ അതൊന്നും പ്രശ്നമേ അല്ല. ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ സർക്കാർ ഖജനാവിലെ പണം വാരിക്കോരി കൊടുക്കുന്ന ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ ബോധപൂർവം സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഒട്ടേറെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇനിയും ഒട്ടേറെ സർക്കാർ പ്രതിനിധികളിലേക്ക് ഈ അന്വേഷണം എത്തേണ്ടതുണ്ട്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യമൊക്കെ ഒരിക്കലും ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ്, ഒരു മൊഴിയെടുക്കൽ മാത്രമാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? SIT എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോവുക? വലിയ തോതിലുള്ള സംശയം ഇപ്പോൾ വന്നിരിക്കുകയാണ് SITയുടെ പ്രവർത്തനങ്ങളിൽ. എത്രമാത്രം നിഷ്പക്ഷമായിട്ട് ഇനി അവർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, കടകംപള്ളി സുരേന്ദ്രനെ എന്തിനാണ് രഹസ്യമായി ചോദ്യം ചെയ്തത്? ചോദ്യം ചെയ്യുന്ന കാര്യം ഒരാഴ്ചക്കാലം എന്തിനാണ് മറച്ചു വെച്ചത്? അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ സഹായവും പിന്തുണയും അദ്ദേഹം വന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഈ ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതോടൊപ്പം തന്നെ ഈ 19 ദേവസ്വം ഭരണസമിതിയുടെ ആളുകൾ ഒക്കെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നു. അവർ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലായി. പക്ഷേ അതിനുശേഷം വന്ന 24 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ നിന്ന് ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കൊള്ള നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംസാരിക്കുന്ന തെളിവുകൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്തുകൊണ്ട് ആ കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നേരെയും അല്ലെങ്കിൽ പ്രസിഡന്റിന് നേരെയും ഒരു അന്വേഷണമോ ചോദ്യം ചെയ്യലോ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാലത്തെ എന്ന് പറയുന്നത് പ്രശാന്തിൻ്റെ സമയത്തെ കാര്യമാണല്ലോ പറയുന്നത്. അതെ, പ്രശാന്തൊക്കെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിനൊക്കെ മുൻകൈ എടുത്തത്. അതിലെ വെട്ടിപ്പുകളെക്കുറിച്ചാണ് ഇപ്പോഴത്തെ ബോർഡ് അംഗങ്ങളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമൊക്കെ വിവരിക്കുന്നത്. എന്നിട്ടും ഒരന്വേഷണം എത്തുന്നില്ല. അല്ല, ഇവർ നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് ഗവൺമെൻറ് നിയോഗിച്ച കെ ജയകുമാർ IASന് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ന്യായീകരണക്കാരെല്ലാം കൂടെ ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം വന്നിട്ട് അങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടില്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല,
എന്നൊക്കെയുള്ള ന്യായീകരണ ക്യാപ്സൂളുകൾ വിതറിയാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത ശ്രീ കെ ജയകുമാർ ഓഡിറ്റിലെ പിഴവുകൾ അദ്ദേഹം അംഗീകരിച്ചു. അംഗീകരിച്ച് അദ്ദേഹം ഇക്കാര്യത്തിൽ ഉണ്ടായ പോരായ്മകളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാനൊന്നും കഴിയുന്ന അവസ്ഥയില്ല. കാരണം അദ്ദേഹം വന്നിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ആളുകൾ നടത്തിയ അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ കൃത്യമായി ശ്രീ കെ ജയകുമാർ സമ്മതിക്കുമ്പോൾ പിന്നെ എന്ത് ന്യായീകരണമാണ് ഇവർ നിരത്തുന്നത്? ഈ തന്ത്രിയുടെ അറസ്റ്റ് വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ തെളിയിക്കാൻ പറ്റാതെയാണ് എന്നുള്ളത് ഇപ്പോൾ പ്രതിപക്ഷവും മുന്നോട്ട് വെക്കുകയാണത്. പക്ഷേ അതിനിപ്പോൾ BJP ഉന്നയിക്കുന്നത് കോൺഗ്രസും BJP അല്ല CPM ഉന്നയിക്കുന്നത് കോൺഗ്രസും BJPയും ഒരേ രാഷ്ട്രീയത്തിൻ്റെ നയങ്ങളാണ് പുലർത്തുന്നതെന്നാണ് പറയുന്നത്. അതായത് യുവതീ പ്രവേശന സമയത്ത് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകൾ നമുക്കറിയാം. ഇപ്പോൾ അതേ വിഷയത്തിലേക്ക് തന്നെ യുവതീ പ്രവേശന സമയത്ത് തന്ത്രി എടുത്ത നിലപാടുകൾ, അതിനോടുള്ള വിരോധമാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്കൊക്കെ പോയത് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസും BJPയും ഒരേ രാഷ്ട്രീയത്തിൻ്റെ നയങ്ങളാണ് പിന്തുടരുന്നത് എന്നാണ്. ഒരു വിഷയം വരികയാണ്, ആ വിഷയത്തിൽ ഒരേപോലുള്ള പ്രതികരണങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത്? കൊല്ലം ജില്ലാ കോടതി ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നു. ജാമ്യം അനുവദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. അപ്പോൾ ഒരു തെളിവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്, ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക്? അത് വമ്പൻ സ്രാവുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള സംശയം വരുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് വേറെ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ആ രണ്ടു കൂട്ടരും ഒരേ ഭാഷയാണ് സംസാരിക്കുക. ഒരു വിഷയത്തിൽ അപ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് ആ വിഷയത്തിലെ സംസാരം ഒരുപോലെയാകും. കാരണം എന്തുകൊണ്ടാണ്? അതൊരു പർട്ടിക്കുലർ വിഷയത്തിൻ്റെ പേരിലാണ് സംസാരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു പ്രതികരണമാണുള്ളത്. ആ പ്രതികരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകൾ ഒരേപോലെ പ്രതികരിക്കും. അതിന് രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല. എന്തായാലും സഭയിലെ നിസ്സഹകരണം അത് പറഞ്ഞു കഴിഞ്ഞതാണ്. നാളെ ഇനിയിപ്പോൾ ഒരു ദിവസം കൂടിയേ ഉള്ളൂ സഭ. നാളെ എങ്ങനെയായിരിക്കും? അല്ല, ഈ വിഷയത്തിൽ അല്പം പോലും പിന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഈ കൊള്ള സംഘത്തിന് എല്ലാ പിന്തുണയും നൽകിയ മന്ത്രി രാജിവെക്കുക, ഈ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അവർ അതിൽ നിന്ന് പിന്മാറുക. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവകവുമായ ഒരു അന്വേഷണം നടക്കട്ടെ. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ കള്ളന്മാരെയും കൊള്ളക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ. അതുവരെ ഞങ്ങൾ അതിശക്തമായി തന്നെ നിയമസഭയിൽ മുന്നോട്ട് പോകും. വളരെ നന്ദി ശ്രീ PC വിഷ്ണു. നാദി ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. താങ്ക് യു.